ഇനി നടേശനോട് കുറച്ച് കാര്യങ്ങൾ. രാജ്യസഭയിൽ മുസ്ലിം പ്രാതിനിധ്യം കൂടുന്നു എന്ന് പറയുമ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു ശബ്ദവുമാകാൻ പറ്റാതെ പോകുന്ന ഒരു സമുദായത്തിന് 3-4 രാജ്യസഭാ എംപിമാർ വരേണ്ടത് ഈ നാടിൻ്റെ ആവശ്യകത തന്നെയാണ്. നാട് ഭരിക്കുന്ന BJP RSS സംഘപരിവാർ സംഘത്തിൽ ലോകസഭയിൽ മുസ്ലിം സമുദായത്തിന് ഒരു MP പോലുമില്ല. അപ്പോൾ ബാക്കിയുള്ള ഘടകകക്ഷികൾ, ബാക്കിയുള്ള രാജ്യത്തെ പ്രധാന പാർട്ടികളെല്ലാം മുസ്ലിം സമുദായത്തിന് MPമാരെ വാഗ്ദാനം ചെയ്യും. കാരണം ആ സമുദായത്തിന് വേണ്ടി, ആ ന്യൂനപക്ഷത്തിന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വലിയ ജനസമൂഹത്തിന് വേണ്ടി നിയമം സംഘടിക്കുന്ന, നിയമം നിർമ്മാണം നടക്കുന്ന സഭകളിലേക്ക് അവരുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി രാജ്യസഭാ MPമാരെ, ലോകസഭാ MPമാരെ ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടക്കും. അതിന് ഒന്നും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മലപ്പുറം എന്ന് പറയുന്ന ഒരു നാട്ടിലെ വർഗീയത നിങ്ങളിങ്ങനെ പറയുമ്പോൾ ആ നാട് ഒരിക്കലും അതിനെ സ്വീകരിക്കില്ല എന്ന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് CPM കുറച്ച് നാളുകളായി കാണിച്ചു വരുന്ന BJPയോട് ഒരു മൃദു സമീപനം പോലെ PC ജോർജിനെ മടിച്ച് അറസ്റ്റ് ചെയ്ത് പേരിന് അറസ്റ്റ് നാടകം കളിച്ച് ആശുപത്രിയിൽ 2 ദിവസം കിടത്തി വിട്ടയച്ച ഒരു പ്രഹസനം, അതുപോലെ ഇത്രയും വലിയ വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ്റെ വലിയ ആഘോഷ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി എഴുന്നള്ളുക, ഇതെല്ലാം ഈ നാടിന് കൊടുക്കുന്നത് വളരെ തെറ്റായ സന്ദേശമായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.